അയ്യോ കാണാനില്ലാന്നോ? നിങ്ങൾ അറിയണ്ട അങ്ങനെ എവിടെ പോവാൻ? ഞങ്ങൾ ഇന്നലെ രാത്രി ഒരുമിച്ച് പുറത്തിറങ്ങിയതാ. തിരിച്ചു വന്നപ്പോ വക്കീലിനെ കാണാനില്ല. ഈശ്വര, വക്കീലിനെ തട്ടിക്കഴിഞ്ഞു. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഉണ്ണിക്കണ്ണൻ എവിടെയായിരുന്നു? അങ്ങോട്ട് പോകുമ്പോ ബസ് അപകടം, ഇങ്ങോട്ട് വരുമ്പോ തോണി മറിഞ്ഞ്. നാണുമാമന്റെ ചാത്തേ കുച്ചിപ്പുറത്ത്. അല്ല, വക്കീൽ ഇത് എവിടെയായിരുന്നു? ഇന്നലെ ആ ഏരിയ മുഴുവൻ ഞാൻ അരിച്ചു പെറുക്കിയല്ലോ. കുഞ്ഞിക്കണ്ണ, കുറച്ച് എണ്ണയും കുഴമ്പൊക്കെ എടുത്തു വെക്ക്. വെള്ളവും ചൂടാക്കിക്കോ, ഒന്ന് കുളിക്കണം. ചെല് ചെല് ചെല്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? ഡയറക്ടർ കൊണ്ട് തീരുമാനമാണ്. ടെർമിനേഷൻ നോട്ടീസ് തന്നാൽ അത് മാറ്റിട്ട് പോവുക. അതിനെന്തെങ്കിലും കാരണം വേണ്ടേ സാർ? കാരണം എന്തെങ്കിലും ഉണ്ടാവുന്ന കൂട്ടിക്കോളൂ. അതറിഞ്ഞല്ലേ എന്റെ ഭാഗത്തുനിന്നുള്ള തെറ്റെന്താണെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കുന്നതാണ് മാനസയുടെ ഒരു തെറ്റ്. ഈ പത്രത്തിന് മാനസയുടെ സേവനം വേണ്ടാന്ന് പറഞ്ഞാൽ പിരിഞ്ഞു പോവുക, അത്ര തന്നെ. എങ്കിലും ഇത്ര നാളെ ഈ പത്രത്തിന് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടതല്ലേ? അതൊക്കെ എനിക്കറിഞ്ഞൂടെ? ഇതുകൊണ്ടൊന്നും തന്റെ ഭാവിക്ക് ഒരു കുഴപ്പമില്ല. മാനസയ്ക്ക് കഴിവും അത് ഉപയോഗിക്കാനുള്ള ധൈര്യമുണ്ട്. അവസരങ്ങൾ താനേ വന്നോളും. ധൈര്യമായിരിക്കും. എന്തായി? കാര്യങ്ങളൊക്കെ പറഞ്ഞു. വളരെ വിഷമത്തോടെ പോയത്. അത് സാരമില്ല. വാസ്തവത്തിൽ മാനസ നമ്മുടെ സ്ഥാപനത്തിൽ ഒരു അസറ്റായിരുന്നു. വാര്യർക്ക് അറിയാമല്ലോ, ഇത് എന്റെ മാത്രം താല്പര്യമല്ല. ഇനി അവളിവിടെ വർക്ക് ചെയ്താൽ അത് ഈ സ്ഥാപനത്തിന് തന്നെ അപകടമാണ്. ഒരു ജേർണലിസ്റ്റിനേക്കാൾ നമുക്ക് ആവശ്യം നമ്മുടെ സുഹൃത്തുക്കളാണ്.